ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു മുട്ടക്കറി എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന്, തിരക്ക് പിടിച്ച സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കറിയാണ്. അതിന് 2 മുട്ട ആദ്യം പുഴുങ്ങി വയ്ക്കുക. അതിന് ശേഷം 2 മീഡിയം സൈസ് സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇവയെല്ലാം കൂടെ ഒരു ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാനിവിടെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒന്നുകിൽ 1/2 ടീസ്പൂൺ ഗരം മസാല, അല്ലെങ്കിൽ ചിക്കൻ മസാല, അല്ലെങ്കിൽ മീറ്റ് മസാല, അതും അല്ലെങ്കിൽ വെജിറ്റബിൾ മസാല, ഏതായാലും കുഴപ്പമില്ല. അത് 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് പൊടിയുടെ പച്ചമണം മാറണ വരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം വളരെ ലോയിൽ വയ്ക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി പുതിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ മസാലകളെല്ലാം കൂടെ ഒരു അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് എണ്ണ തെളിയണ വരേക്ക് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എന്നാൽ പിന്നെ കരിഞ്ഞു പോണ പ്രശ്നം വരില്ല. അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കുക, കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് 1.5 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മിക്സിയിൽ അരച്ചിട്ടും ചേർക്കാം. അതും കൂടെ ചേർത്ത് നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന പാകത്തിൽ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആ തക്കാളി മസാലകളും ഒക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് തിളപ്പിക്കുന്നത്. എന്നാലാണ് അതിന് ശരിക്കും ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി അതിലേക്ക് 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു 4 മുട്ട വരേക്ക് ഈ ഗ്രേവിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് നന്നായിട്ട് മിനുസമായിട്ട് അരച്ചെടുത്തതും കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് നന്നായി തിളപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.